മരിച്ചു കിടന്ന ഗുണ്ടയുടെ കഴുത്തിൽ 30 പവനിലധികം സ്വർണമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിൽ ആ വഴി വന്ന സത്യ എന്നൊരു ചെറുപ്പക്കാരൻ ബോഡി അവിടെ നിന്നും മാറ്റിയിട്ടതായും അവന്റെ കയ്യിൽ നിന്നും ഒരു വാച്ചുമാലയും കണ്ടെത്തുകയും പോലീസ് ചെയ്തിരുന്നു. പോലീസ് അവനെ ചോദ്യം ചെയ്തു. ആ വാച്ചുമാലയും മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അവൻ പറഞ്ഞെങ്കിലും അവിടെ ഒരു മുത്തശ്ശി നിൽപ്പുണ്ടായിരുന്നു. ഞാനാണ് അവരെ വണ്ടിയിൽ കയറ്റി വിട്ടതെന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ മുത്തശ്ശിയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. മുത്തശ്ശി ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വീട് മുഴുവൻ പരിശോധിച്ചിരുന്നു. വീട്ടിലൊന്നും കണ്ടെത്താനാകാതെ വന്നപ്പോൾ മുത്തശ്ശിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സത്യയെയും മുത്തശ്ശിയെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ നിരപരാധികളാണെന്ന് കണ്ട് കോടതി അവരെ വെറുതെ വിടുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കടക്കാരൻ പോലീസിൽ പരാതി നൽകുന്നു. ഒരു മുത്തശ്ശി സ്വർണ്ണമാല നൽകി കടയിൽ നിന്നും വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് പരാതി. തൊട്ടടുത്ത ദിവസവും മറ്റൊരു കടക്കാരനും പരാതിയുമായി വരുന്നു. ഒരു മുത്തശ്ശി സ്വർണ്ണമാല നൽകി AC വാങ്ങിയെന്ന്. പോലീസ് ആ സ്വർണ്ണമെല്ലാം പരിശോധിച്ചപ്പോൾ അത് മരിച്ച ഗുണ്ടയുടേതാണെന്ന് ഉറപ്പിച്ചു. ആ 30 പവനും അടിച്ചു മാറ്റിയത് ഈ കൗശലക്കാരിയായ മുത്തശ്ശിയാണ്. മുത്തശ്ശിക്കൊപ്പം കുടുങ്ങിയ സത്യക്ക് ഒരു വാഷിംഗ് മെഷീൻ സമ്മാനമായി നൽകി മുത്തശ്ശി അവിടെ നിന്നും രക്ഷപ്പെടുന്നു.